Good morning, everyone. How are you? Safe? Hmm? So, as all are saying nowadays, we must be take care of ourselves for the security of our family, for the security of ourselves. Okay? അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കൊണ്ടോ അല്ല, നമ്മളുടെ തന്നെ ഫാമിലിയുടെയും നമ്മളുടെയും ഒക്കെ സുരക്ഷ അതാലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും അത്യാവശ്യമായ ടൈമിൽ മാത്രം, ഏറ്റവും അത്യാവശ്യമായ നീഡ്സിന് വേണ്ടി മാത്രം നമ്മൾ പുറത്തു പോവുക. ഓക്കെ, നോ നീഡ് ടു വറി അറ്റ് ഓൾ. സോ ടുഡേ our class is based on some words and their opposites. Very easy topic. And opposites we are studying from our lower classes itself, and they are also known as antonyms. In the last class we were studying synonyms. Synonym meaning same meanings, and here our discussion is based on antonyms. വിപരീത പദങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ആൻറ്റണിംസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഫോർ ദി എക്സാമിനേഷൻ ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ടു പ്രൊവൈഡ് ആൻറ്റണിംസ്. കൺഫ്യൂസ്ഡ് ആവരുത്. സിനോണിം എന്ന് പറയുമ്പോൾ സെയിം മീനിങ് ആണ്, ആൻറ്റണിം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് മീനിങ്സ്. ഓക്കെ, സോ 5 words we are discussing today. Are ready for that? The first word is rapidly. Rapidly we know, very fast അല്ലേ. റാപ്പിഡ്ലി എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ എന്നുള്ള മീനിങ്ങാണ്. അതിന് തന്നിരിക്കുന്ന ഓപ്പോസിറ്റ്സ് എന്തൊക്കെയാണ്? സ്ലഗിഷ്ലി, സ്ലോലി, ഡ്രൗസിലി. സ്ലഗിഷ്ലി, that is rapidly means very fast. Sluggishly meaning so slow, that is slow in responding or slow in movement. വളരെ സാവധാനത്തിൽ ചലിക്കുന്ന അല്ലെങ്കിൽ വളരെ സാവധാനത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? സ്ലഗിഷ്ലി അല്ലെങ്കിൽ സ്ലഗിഷ് എന്ന് പറയുക. ഓക്കെ, ദെൻ സ്ലോലി ഈസ് അനദർ ആൻറ്റണിം. ദെൻ ഡ്രൗസിലി മീനിങ് ഡൾ ഓർ സ്ലീപ്പിനെസ്, ഒരു ഉറക്കം തൂങ്ങിയ പോലെ, അത്ര ഒരു എന്താ പറയുക, ഒരു ആക്റ്റീവ് അല്ലാണ്ട്, ഒരു എനർജറ്റിക് അല്ലാണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഡ്രൗസിലി എന്ന് പറയുന്നത്. സോ ഓപ്പോസിറ്റ്സ് ആയതുകൊണ്ടാണ് വേർഡ് മീനിങ്സ് എഴുതി കാണിക്കാത്തത്. അപ്പോൾ മനസ്സിലാക്കുക. ഡ്രൗസിലി മീനിങ് സോ സ്ലോ ആൻഡ് ഫീലിംഗ് സ്ലീപ്പി. സ്ലഗിഷ്ലി ഓൾസോ സെയിം മീനിങ്, സ്ലോ ഇൻ മൂവ്മെൻറ്റ്. ആൻഡ് ദ ഓപ്പോസിറ്റ് ഫോർ this words are rapidly. So rapidly opposite sluggishly, slowly and drowsily. We'll pass on to the next word, that is often. We know often means എപ്പോഴും അല്ലേ. ഷീ ഓഫൺ വിസിറ്റ്സ് അവർ ഫാദേഴ്സ് ഹൗസ് എന്ന് പറയുമ്പോൾ അവൾ എപ്പോഴും മിക്കവാറും അവളുടെ ഫാദറിൻ്റെ വീട്ടിൽ പോവാറുണ്ട് എന്നുള്ളതാണ് മീനിങ് അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ്സ് എന്തൊക്കെയാണ്? റെയർലി മീൻസ് വൺസ് ഇൻ എ വൈൽ, വളരെ റെയറായിട്ട്. നമ്മൾ ചില ആൾക്കാരെ കളിയാക്കാനൊക്കെ പറയാറില്ലേ, റെയർ പീസാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതുപോലെ റെയർ മീൻസ് വളരെ ചുരുങ്ങിയ, വൺസ് ഇൻ എ വൈൽ, എപ്പോഴെങ്കിലും, വല്ലപ്പോഴും എന്നൊക്കെയുള്ള മീനിങ് ആണ്. സെൽഡം ഓൾസോ സെയിം മീനിങ്, ദറ്റ് ഈസ് വൺസ് ഇൻ എ വൈൽ, എപ്പോഴെങ്കിലും, മിക്കവാറും ഇല്ല, ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം. ഇൻഫ്രീക്വൻ്റ്ലി ഓൾസോ സെയിം മീനിങ്, അതായത് പതിവായിട്ടല്ലാത്ത എന്നുള്ള മീനിങ് ആണ്. സോ ദ ആൻറ്റണിം പ്രൊവൈഡഡ് for all these words are often, which means that often opposites rarely, seldom and infrequently. എളുപ്പമല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പുതിയതായിട്ടുള്ള കുറച്ച് എന്താ പറയുക, നമ്മളുടെ ആ ഒരു ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ആൻറ്റണിംസ് കൂടി. ഓക്കെ, സോ വിൽ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് വേർഡ്, ദാറ്റ് ഈസ് ഹ്യൂമിലിറ്റി. Humility, what is the meaning of humility? Modesty or humble. We'll say she is very humble in her behavior. അല്ലേ, വളരെ വിനയത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ലാളിത്യമുള്ള എന്നൊക്കെയുള്ള മീനിങ് ആണ് ഹ്യൂമിലിറ്റി. സോ വാട്ട് ആർ ദ ഓപ്പോസിറ്റ് വേർഡ്സ് ഫോർ ദാറ്റ്, ഓർ വാട്ട് ആർ ദ ആൻറ്റണിംസ് പ്രൊവൈഡഡ് ഫോർ ദ വേർഡ് ഹ്യൂമിലിറ്റി? ദോസ് ആർ pride. Pride means അഹങ്കാരം.
then arrogance, then vanity. So all the three words are having the same, almost same meaning, and the opposite word for that is humility. So what is the meaning of arrogance? Arrogance meaning projecting self importance, that is giving more importance to ourselves, അല്ലേ? അത് തന്നെയാണ് ഒഫെൻസീവ് സുപ്പീരിയോറിറ്റി എന്നൊക്കെ നമുക്ക് പറയാം അറഗൻസിന്. അറഗൻസ് മീൻസ് വളരെ അഹങ്കാരമുള്ള, ധാർഷ്ട്യമുള്ള, അല്ലേ? ഞാനാണെന്നുള്ള ഭാവമുള്ള. അഹങ്കാരം എന്നുള്ള വേർഡ് അത് തന്നെയാണ് മീനിങ്. അഹങ്കാരം, അഹംഭാവം, അഹം എന്നുള്ള ഭാവം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഭാവം. അപ്പോൾ വാട്ട് ഈസ് ദ വേർഡ് ഫോർ ദാറ്റ്? ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് വേർഡ് ഫോർ ദാറ്റ് ഈസ് ഹ്യൂമിലിറ്റി. വളരെ വിനയത്തോടു കൂടിയുള്ള, അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സാണ് പ്രൈഡ്, arrogance ആൻഡ് വാനിറ്റി. വാനിറ്റി ഓൾസോ സെയിം മീനിങ്, ദാറ്റ് ഈസ് ടു പ്രൗഡ്. ടു പ്രൗഡ്, PROUD, പ്രൗഡ്, വളരെ ഭയങ്കര ഓവറായിട്ട് അഭിമാനമുള്ള, ദുരഭിമാനമുള്ള, അല്ലെങ്കിൽ അഹങ്കാരമുള്ള. വാനിറ്റി എന്നൊക്കെ പറയുമ്പോൾ വളരെ സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്നുള്ള മീനിങ്ങാണ്. അപ്പം മീനിങ്സും ആൻറ്റോണിംസും ആയിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ആ ആൻറ്റോണിം വേർഡ്സ് കുറച്ച് എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് അതിൻ്റെ മീനിങ്സ് കൂടി പറഞ്ഞിരുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഹ്യൂമിലിറ്റി. സോ ദ വേർഡ് ഹ്യൂമിലിറ്റി ടേക്സ് ദ ആൻറ്റോണിംസ് പ്രൈഡ്, arrogance and vanity. Understood? So we'll pass on to the next word, that is hazy. Hazy, HAZY, hazy. Hazy meaning misty, ഒരു മൂടലുള്ള, അല്ലെങ്കിൽ ഒരു മങ്ങിയ, വെയ്ഗ, നോട്ട് ക്ലിയർ, ലാക്കിംഗ് ക്ലാരിറ്റി എന്നൊക്കെയുള്ള മീനിങ് ആണ് ഇതിന്, ഈ ഹേസി എന്നുള്ള വേർഡിന്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഓപ്പോസിറ്റ്സ് ആർ വെരി ഈസി, ദാറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ എന്നുള്ളതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും പറഞ്ഞു തരണ്ടല്ലോ, അറിയാമല്ലോ. ക്ലിയർ, വെരി ക്ലിയർ. സണ്ണി, സണ്ണി മീൻസ് ഹാവിങ് സോ മച്ച് ഓഫ് സൺലൈറ്റ്, അല്ലേ? ലൈറ്റുള്ള, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, നല്ല വെളിച്ചമുള്ള, തെളിമാനമുള്ള എന്നൊക്കെയുള്ള മീനിങ് ആണ് സണ്ണി എന്നുള്ളതിന്. ദെൻ ക്ലീൻ, വെരി ക്ലീൻ ആൻഡ് ക്ലിയർ, അതൊക്കെ സെയിം മീനിങ് ആണ്. സോ ദ ഓപ്പോസിറ്റ് വേർഡ് ഫോർ ദാറ്റ് ഈസ്, ഓർ ആൻറ്റോണിംസ് ഫോർ ദാറ്റ് ഈസ് ഹേസി. സോ ഹേസി ഓപ്പോസിറ്റ്സ് ക്ലിയർ, സണ്ണി, ക്ലീൻ. ഓക്കെ. സോ ആ വേർഡും ഓപ്പോസിറ്റ്സും മാത്രം പറഞ്ഞു പോവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് കൺഫ്യൂസ്ഡായി പോവോ എന്നുള്ള ഡൗട്ടും കൊണ്ടാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞത് കൊണ്ട് വീണ്ടും കൂടുതൽ കൺഫ്യൂഷനായി പോവരുത്. ഓക്കെ. ആ ഓപ്പോസിറ്റ്സ് നമുക്ക് കുറച്ച് വിഷമമുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മീനിങ്സ് കൂടി പറഞ്ഞിട്ട് ആൻറ്റോണിംസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. So we'll pass on to the last word for the day, that is escalate. Escalate means ഉയരുക, അല്ലേ? ടു ഗോ ഹയർ ഓർ ടു ഇൻക്രീസ്, ടു ബിക്കം ഗ്രേറ്റർ എന്നൊക്കെയുള്ള മീനിങ് ആണ്. നമ്മൾ കേട്ടിട്ടില്ലേ എസ്കലേറ്റർ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ എസ്കലേറ്റർ അറിയാമല്ലോ, നമ്മൾ മോളിലെല്ലാം പോയാൽ കാണാവുന്ന ഒരു എന്താ പറയുക സ്റ്റെയർ, അല്ലേ? ഉയരങ്ങളിലേക്ക് പോകുന്ന. അപ്പോൾ എസ്കലേറ്റർ മീനിങ് ടു ഗോ ടു ഹയർ പൊസിഷൻസ് ഓർ ടു ഗോ ടു ഹയർ പ്ലേസസ്, ദാറ്റ് ഈസ് എസ്കലേറ്റ്. സോ വാട്ട് ആർ ദ ആൻറ്റോണിം വേർഡ്സ് പ്രൊവൈഡഡ് ഹിയർ? Lower we know, to come down. Decrease, same meaning. Diminish also, that is to go down എന്നുള്ള മീനിങ് ആണ് diminish എന്നുള്ളതിന്. സോ the word escalate is having the antonym words lower, decrease and diminish. Okay. So from the beginning, first word we have discussed rapidly, then the antonyms also, then often. The opposite words are rarely, seldom and infrequently. Humility, opposite or antonym, pride, arrogance, vanity. Then hazy is taking the antonym, clear. Sunny is also another. Clean is also another antonym for hazy. Then escalate, ഉയരുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ലോവർ, ഡിക്രീസ് ആൻഡ് ഡിമിനിഷ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ചിലപ്പോൾ ചൂസിങ് ആയിരിക്കും നമുക്ക്, ദാറ്റ് ഈസ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് യൂസിങ് ദിസ് ദ ആപ്റ്റ് ആൻറ്റണിംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ചില വേർഡ്സ് തന്നിട്ട് അതിൻ്റെ ആൻറ്റണിംസ് എഴുതാനായിരിക്കും പറയുന്നുണ്ടാവുക. സോ വി ഷുഡ് ബി വെരി ഫെമിലിയർ വിത്ത് ഓൾ ദ ആൻറ്റണിം വേർഡ്സ്. അപ്പോൾ നമ്മളുടെ മടി കൊണ്ട് ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് മാത്രം പഠിച്ചിട്ട് വിട്ടുകളയരുത്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അല്ലേ? പര്യായ പദങ്ങൾ